വിജനമായ അഞ്ചുരുളിയുടെ പ്രവേശന കവാടം. നല്ല മഴയാണ് കേട്ടോ. ഇവിടുത്തെ കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ ആളില്ലല്ലോ, സന്ദർശകരില്ലാത്ത അഞ്ചുരുളിയാണിപ്പോൾ. ഞാൻ വന്നപ്പോൾ ഇങ്ങേര് മാത്രമേ ഇവിടെ നിൽപ്പുള്ളൂ. നമ്മളെന്തോ തിന്നാൻ കൊണ്ടുവന്നു വിചാരിച്ച് ആശാരങ്ങനെ നിൽക്കുകയാണ്. അഞ്ചുരുളിയിലേക്ക് വന്നായിരുന്നു കേട്ടോ. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നപ്പം എല്ലാം വിജനമാണ്. അതിലെ ഓരോ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. അവരൊക്കെ ടണൽ മൂത്തായിരിക്കും. കടകളെല്ലാം അടഞ്ഞു കിടക്കുക. ഇപ്പോൾ സന്ദർശകരില്ലാത്തതുകൊണ്ടേ നമുക്ക് താഴോട്ട് പോയി വെള്ളത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് കണ്ടോ, കടകളെല്ലാം അടഞ്ഞു തന്നെ കിടപ്പാണ്. വെള്ളം നല്ല രീതിക്ക് ഉണ്ട് കേട്ടോ. ഇടിച്ചിടിച്ച് വെള്ളം കയറുന്നുണ്ടേ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറി കേട്ടോ മുകളിലോട്ട്. അപ്പുറത്തുനിന്ന് കട്ടപ്പനയാറിലെ വെള്ളവും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടേ. ഓ, ആ ഭാഗത്ത് കുറച്ച് വെയിലുണ്ട്. പക്ഷേ ഇത് കംപ്ലീറ്റ് നല്ല രീതിയിൽ വെള്ളമായി എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഒരു കുന്ന് നിൽക്കുന്നുണ്ടോ, അഞ്ചുരുളി എന്ന് പറഞ്ഞാൽ 5 മുട്ടക്കുന്നുകൾ ഇങ്ങനെ ഉരുളി പോലെ നിൽക്കുന്നതാണ്. അതിൽ ഒരു ഉരുളി ഇപ്പോൾ നമുക്ക് കാണാം. കല്യാണത്തണ്ടും മലനിരകളൊക്കെ ഇങ്ങനെ പുകഞ്ഞു കിടക്കുവാണേ. ഉണ്ടോ, അവിടെ വെള്ളം അങ്ങനെ തകർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. ഓ, ഈ ഭാഗത്തുണ്ടോ, ഇവിടെ നല്ല വെള്ളമായി കേട്ടോ. വെള്ളമൊക്കെ കലങ്ങി വരാൻ തുടങ്ങി. മീൻപിടുത്തക്കാരുണ്ടോ അവിടെ? ആ, ഇരട്ടയാറ്റിൽ നിന്നുള്ള തുരങ്കത്തിൽ കൂടെ വരുന്ന വെള്ളം കണ്ടോ. ഓ, എന്നാ പവറിലാണ് വരുന്നതെന്ന് നോക്കിയേ. അവിടെ ആ വെള്ളം വന്ന് താഴോട്ട് വീണിട്ടേ ഇടിച്ചു കുത്തി നീരാവി പോകുന്നതാണോ. ഭയങ്കര തന്നെ. ഇനി നമുക്ക് ടണൽ മുഖത്തേക്ക് അപ്പുറത്തെ സൈഡിലൊന്ന് പോകാം. ഇവിടെ എല്ലാം ഇതുണ്ടോ, ഉറവയായി കേട്ടോ. വെള്ളം ഒഴുകി വരുന്നുണ്ടോ. അവിടെ ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു സുരക്ഷാവേലിയും ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് അതിക്രമിച്ച് ഇറങ്ങരുതെന്നാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയാൽ ഭയങ്കര അപകടം ഉണ്ടാവുകയെ. ഇരട്ടയാറ് ടണലിൽ നിന്നും വരുന്ന വെള്ളം കണ്ടോ, ഇടുക്കി ജലാശയത്തിലേക്ക് വന്ന് പതിക്കുകയാണേ. ഇവിടെ നിന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെയൊക്കെ ഈ വേലി പോയതായിരുന്നു, നല്ല സ്ട്രോങ് ആക്കി അവരെ. അല്ലെങ്കിൽ ആൾക്കാർ ഈ സൈഡിൽ കൂടെ കയറിയിട്ട്. ഒന്നാമത് ഇവിടെ വിളുമ്പാണ്, മുഴുവൻ ഇടിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് നമുക്ക് കുറച്ച് കാണാൻ പറ്റുമേ, വെള്ളം താഴോട്ട് പോകുന്നത്. ഇനി നമുക്ക് തിരിച്ചു പോകാവേ. നമ്മൾ നേരത്തെയൊക്കെ വരുമ്പോൾ അതിലേ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു കേട്ടോ. നമ്മൾ ഇതിൽ തന്നെ തിരിച്ചു പോയിട്ട് ആ വെള്ളം ചാടുന്ന ഒന്നുകൂടെ കണ്ടിട്ട് പോവാം അല്ലേ. നമുക്കിതിൻ്റെ സൈഡിൽ പോയി ഒന്ന് നോക്കാം കേട്ടോ. ഇവിടെ എല്ലാം സൈഡെല്ലാം കുതിർന്നിരിക്കുന്നതാണ്. ഒത്തിരി അങ്ങോട്ട് നീങ്ങാനൊന്നും പറ്റില്ല. ഓ, ഇരട്ടയാറ്റിൽ വെള്ളം വരുന്ന വരവുണ്ടോ. ഇടുക്കി ജലാശയത്തിലേക്ക് വന്ന് പതിക്കുന്നു. മീൻപിടുത്തക്കാരവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരുവിധം നല്ല രീതിയിൽ മീൻ കാണും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇടുക്കി ജലാശയത്തിന്റെ അഞ്ചുരുളിയുടെ കാഴ്ചകൾ ഇപ്പോൾ കേട്ടോ. ശരിക്കും നല്ല രീതിയിൽ അങ്ങോട്ട് മഴയൊന്നും പെയ്ത് വെള്ളമായി എന്ന് പറയാൻ പറ്റിയല്ല. എന്നാലും ഈ ആഴ്ച ഒരു 4-5 ദിവസം മഴ പെയ്തപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്തായിരുന്നു. അതിൻ്റെതായ ഒരു വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.